ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പിക്കി കപ്പിൾസ്. പിക്കി കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്മയുടെ പിറന്നാൾ വരാണ്, ലീനമ്മയുടെ പിറന്നാൾ വരാണ്. ഹായ്, എന്ത് പറ്റി? അമ്മ എടുക്കണോ? ഓക്കെ, അമ്മ എടുക്കാം. ഓ ബാ, നമ്മുടെ അമ്മാമ്മയുടെ പിറന്നാൾ വരാണ്. അപ്പോൾ നാളെയാണ് പിറന്നാൾ. അപ്പോൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ്, ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങണം. പണ്ട് നേരെ എൻ്റെ വീട്ടിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. കാരണം പിന്നെ തിരിച്ചു വന്നിട്ട് പിന്നെ നാളെ പോകാൻ നിൽക്കണ്ടേ. പിന്നെ നാളെ ഞായറാഴ്ചയും കൂടിയാണ്, 29-ാം തീയതി അമ്മയ്ക്ക് ലീവാണ്. അപ്പോൾ പിന്നെ ആരൊക്കെയുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വിളിച്ചിട്ടുണ്ട്, അഞ്ചു ചേച്ചിയുടെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, പിന്നെ നമ്മുടെ വല്യമ്മയും മേമേനെയും വിളിച്ചിട്ടുണ്ട്. ചുമ്മാ എല്ലാവർക്കും കൂടി ഒരു ഒത്തുകൂടാന്നുള്ള രീതിയിലാണ്, അല്ലാതെ പിറന്നാൾ എന്നുള്ളൊരു സംഭവമല്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടാൻ ഒരു വിഷയം കിട്ടുള്ളൂ, അങ്ങനെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങൾ നേരെ പോവാണ് കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ചെക്കന്മാരൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് നമുക്ക് ഇറങ്ങാം. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ആരെ കീറിയത്? അയിനോ എൻ്റെ മോത്തിക്കൊക്കെടാ, ഇതാരെ കീറിയത്? നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഒത്തിരി പേര് പറയുന്നതാട്ടോ, ചേച്ചി അല്ലൂസിനും അയിനൂസിനും ഒരേപോലത്തെ ഡ്രസ്സ് ഇടുന്ന് കാണിച്ചു തരുമെന്ന്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും ഒരേപോലത്തെ ഡ്രസ്സ് ഇടിക്കാനായിട്ട് താല്പര്യമില്ല. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വമല്ല വേറെ വേറെ ഡ്രസ്സ് ഇടിപ്പിക്കുന്നത്. ഡ്രസ്സ് രണ്ടാം ജോഡി കാണുമ്പോൾ അത് കയ്യിലെടുത്ത് പിടിക്കുന്നത് ഇടിക്കുന്നത്, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ ഒരു എന്താ പറയുക എല്ലാവരും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരും ഒരേപോലത്തെ ടീഷർട്ട് ഇടിപ്പിച്ചിട്ടുണ്ട്. നിഖിൽ ചേട്ടൻ വേറൊരു പ്രൊഡക്റ്റ് ആയിട്ട് എത്തിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും നിഖിൽ ചേട്ടൻ എന്ത് പ്രൊഡക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നതല്ല. അതേ കേസ് ഇന്ന് നമുക്ക് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. വേറെ ഒന്നല്ല, കിടപ്പ് രോഗികൾക്കും വയസ്സായിട്ടുള്ള ആൾക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന കെയറിൻ്റെ അഡൾട്ട് ഡയപ്പറാണ്. അപ്പോൾ കൂടുതലൊന്നും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പ്രൊഡക്റ്റ് എങ്ങനെയാണെന്ന് പരിചയപ്പെട്ട് നോക്കാം. ഗൈസ്, നമ്മുടെ ഡയപ്പർ പുറത്തേക്ക് എടുത്തപ്പോൾ അതെ ഇതേപോലെയാണ് ഇരിക്കുന്നത്. നല്ല സോഫ്റ്റ്, നല്ല കംഫർട്ടബിൾ ആണ്. കാരണം ഇതൊരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അണ്ടർവെയർ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ തന്നെയാണ്. നല്ല രീതിയിലുള്ള വേസ്റ്റ് ബാൻഡും കാര്യങ്ങളാണ് ഉള്ളത്. പിന്നെ ഈ കാണുന്ന ഇൻഡിക്കേറ്ററാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഫ്രണ്ടിലും ബാക്കിലേക്കും എങ്ങോട്ടാണ് അതിൻ്റെ ഫ്രണ്ട് വശം ബാക്ക് വശം എന്നുള്ള തിരിച്ചറിയാനുള്ള ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുന്നത്. ആ ബ്ലൂ കളർ ലൈനാണ്. ഈ ഡയപ്പറിന് വേറൊരു അഡ്വാൻറ്റേജ് കൂടി ഉണ്ട്. കാരണം നമ്മളെ വെറ്റ്നെസ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ സംഭവം കൂടി വരുന്നുണ്ട്. ഇതിൽ എത്രത്തോളം ഇതിൻ്റെ വെള്ളവും കാര്യങ്ങളും നിറഞ്ഞെന്നുള്ളത് അറിയാൻ നമുക്ക് ഈ ഇൻഡിക്കേറ്റർ സഹായിക്കും. ലീക്കേജ് പ്രൊട്ടക്ഷനായിട്ട് ലെഗ് കാഫ്സിൻ്റെ സൈഡിലാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ എക്സ്ട്രാ ഒരു സ്ട്രാപ്പ് കൂടി വരുന്നുണ്ട്. ഈ ഡയപ്പർ യൂണിസെക്സ് ആയതിൻ്റെ പേരിൽ മെൻ ആൻഡ് വുമണിന് ഒരുപോലെ യൂസ് ചെയ്യട്ടെ. 12 hours പ്രൊട്ടക്ഷൻ ഉള്ളതാണ് നമ്മളിപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത്. 3 ടൈപ്പിൽ അവൈലബിൾ ആണ്, മീഡിയം, ലാർജ്, എക്സൽ. നമ്മുടെ കയ്യിലുള്ളത് ലാർജ് ആണ്, 10 ഡയപ്പേഴ്സിൻ്റെ കേട്ടോ. നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് അബ്സോർവിങ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ 1 ലിറ്ററാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പോണത്. 4 പ്രാവശ്യമായിട്ട് ഒരു 250 ml വെച്ചിട്ടാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ആദ്യത്തെ 250 ml ഒഴിച്ച് ഏകദേശം ഒരു 2 minutesനുള്ളിൽ തന്നെ അബ്സോർബിംഗ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ടിഷ്യൂ വെച്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ ഒട്ടും തന്നെ അതിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ അംശം കാണുന്നില്ല കേട്ടോ. ഞാനിതിൻ്റെ അകത്ത് 4ാമത്തെ 250 ml വെള്ളം ഒഴിച്ചിട്ടാ. നമുക്ക് ഏകദേശം 1 ലിറ്ററോളം ഇപ്പോൾ കംപ്ലീറ്റ് ആയപ്പോൾ ലാസ്റ്റത്തെ ഒരു ടെസ്റ്റിലാണ് ഏകദേശം കുറച്ചെങ്കിലും നനഞ്ഞു തുടങ്ങിയെന്ന് മനസ്സിലാവുന്നത്. കണ്ട, ഈ ഇൻഡിക്കേറ്റർ ഉണ്ടല്ലോ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, കെയറിൻ്റെ ഡയപ്പർ കണ്ടില്ലേ, ഇത് അത്യാവശ്യം പ്രീമിയം ആണെന്ന് പറഞ്ഞാൽ വേറെ നല്ല രീതിയിലുള്ള അബ്സോർവിങ് കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ നല്ല രീതിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിൻ്റെ വാങ്ങിക്കാനുള്ള ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം. ആർക്കെങ്കിലൊക്കെ വാങ്ങിച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ. നല്ലൊരു പ്രൊഡക്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു പ്രൊഡക്റ്റായിട്ട് വരുന്നത് വരെ നമ്മുടെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കാറിലാണ്. നമ്മൾ ഇറങ്ങിയിട്ട് കുറച്ച് നേരമായി, പക്ഷെ കൊടുങ്ങല്ലൂർ നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് ഇവിടെ എത്താനായിട്ട് നമ്മൾ അരമണിക്കൂർ പിടിക്കുന്നത്. ഇപ്പോൾ 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, അത്രയും ബ്ലോക്ക് ആയിരുന്നു. അപ്പം നമ്മൾ 2 ചെക്കന്മാരും കൂടി ഉണ്ട്. അയ്യോ, 2 ചെക്കന്മാരും കൂടി ഇവിടെ ഇരുന്ന ആകെ മൊത്തം ബഹളാണ്. സീറ്റിലിരിക്കണം, അച്ഛൻ്റെ മടിയിലിരിക്കണം, അവിടെ ഇരിക്കണം, ഇവിടെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിപ്പോൾ പ്രധാനമായിട്ടും വന്നിട്ടുള്ളത് ലീനമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. ലീനമ്മയുടെ പിറന്നാളാണ് നാളെ ഞായറാഴ്ച 29-ാം തീയതി. ഈ വീഡിയോ ഇന്ന് പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഒരു ഐഡിയ ഇല്ല. 29-ാം തീയതിയാണ് അവരുടെ പിറന്നാൾ ഞായറാഴ്ച. അപ്പം അമ്മയ്ക്ക് എന്തെങ്കിലും സാരിയോ ചുരിദാറോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കണം, അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. എന്നിട്ട് നേരെ വീട്ടിൽ പോകണം.
നാളെ ഞാൻ അവിടെ സ്റ്റേ ആണ്. പിന്നെ എന്താ ഇപ്പൊ ഉച്ചക്ക് നമ്മളൊരു 11:30-12 മണിക്ക് ഇറങ്ങിയല്ലേ. പക്ഷെ ഇവിടെ എത്തിയപ്പോ 1 മണി ആയിട്ടുണ്ട്. എന്നാലും ഫുഡ് കഴിച്ചിട്ട് നമുക്ക് കൽപ്പകയിൽ പോകാം. കൽപ്പകയിലാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ഡ്രസ്സ് എടുക്കാൻ പോവാറ്, ഉണ്ണികൾക്കൊക്കെ ആയാലും. പിന്നെന്താ പിന്നെന്നിട്ട് അത് കണ്ടിരിക്ക് വേറൊന്നുമില്ല. പിന്നെ വീട്ടിലേക്ക് ഞങ്ങൾ എത്ര പേര് പോവാന്നാ വിചാരിച്ച. വീട്ടിലേക്ക് കസാര കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് വാങ്ങിക്കാന്ന് വിചാരിച്ചു. പക്ഷേങ്കില് കൊടുങ്ങല്ലൂർക്ക് വന്നതിന്റെ പിന്നില് നമ്മുടെ വണ്ടിയുടെ ഹോൺ ചില സമയത്ത് അടിയില്ല. അപ്പൊ അത് ഭയങ്കര റിസ്ക് അല്ലേ. ഓടി തുടങ്ങി ഒരു 3-4-5 കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഹോൺ അടിയുള്ളൂ. അപ്പൊ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഇവിടെ തന്നെ ഡ്രസ്സ് എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ആദ്യം പോയി ഫുഡ് കഴിക്കട്ടെ. കാരണം ഇവന്മാർക്ക് ഒരു 1 മണിയൊക്കെ ആകുമ്പോഴേക്കും ഉറക്കം തുടങ്ങും. പിന്നെ വണ്ടിയിലാണെങ്കിൽ പിന്നെ പറയണ്ട, കയറി അപ്പൊ തന്നെ ഉറങ്ങും. വിശന്നിട്ട് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒട്ടും നമുക്ക് ഭയങ്കര വിഷമല്ലേ. വിശന്നിട്ട് ഉറങ്ങുമ്പോൾ പിന്നെ തളർന്ന് കിടക്കും. എപ്പോഴും എനിക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ആദ്യം ഫുഡ് കൊടുക്കട്ടെ. അതിലുപരി അമ്മമാർക്ക് വിശക്കുന്നു ഗൈസ്. രണ്ട് കോക്കാച്ചിപ്പിള്ളേരുണ്ട്. ഞാൻ പോണ് ആയാലും പോരണ്ട എന്നൂടെ. അച്ഛ പോണ് ബേക്കറി പോണ്. ജ്യൂസ് മേടിക്കാൻ പോണ്. പോരണ്ട ജ്യൂസ് വേണോ നിനക്ക് വേണോ ജ്യൂസ്? ആർക്കാ ജ്യൂസ് വേണ്ടത്? ആർക്കൊക്കെ ജ്യൂസ് വേണ്ടത്? ഉമ്മന്താ ജ്യൂസ് വേണ്ട ആൾക്കാരെ ഉമ്മന്താ അച്ഛക്ക് ഉമ്മന്താ എന്നാ ജ്യൂസ് മേടിച്ചതാ. അതിന് ഉമ്മ കൊടുത്താ ജ്യൂസ് കിട്ടും. ഒരു മുടത്തച്ചിക്ക് നമ്മളിപ്പോൾ കാർ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് വിംബീസ് ഹോട്ടലിലേക്കായിട്ട് നടക്കുന്നത്. ഹോട്ടലിൽ മാത്രമല്ല ബേക്കറി ഉണ്ട്. അപ്പോൾ അവിടെ ഒരു പ്രാവശ്യം ഞാൻ കഴിച്ചിട്ടുണ്ട് ബിരിയാണി. അവിടുത്തെ ബിരിയാണി കുറച്ച് സ്പെഷ്യലാണ്, കുറച്ചും കൂടി മൈൽഡായിട്ട്, അധികം എരുന്നുണ്ടാവില്ല. പക്ഷേങ്കിൽ നല്ല രസമായിട്ടോ. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ എനിക്ക് ഇഷ്ടമായി. അപ്പം ഞാൻ അത് ഓർമ്മിച്ചിട്ട് എനിക്ക് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വിംബീസിന്ന് ബിരിയാണി മതിയെന്ന്. അങ്ങനെ ഞങ്ങളിതേ വന്നിരിക്കുകയാണ്. അവിടെ പറഞ്ഞിട്ടുണ്ട് 2 ബിരിയാണി പറഞ്ഞിട്ടുണ്ട്. ചെക്കന്മാർക്കും അധികം എരില്ലാത്തതുകൊണ്ട് നമുക്ക് കൊടുക്കാം. അപ്പോഴാണ് അവിടെ സൈഡിലൊക്കെ ആയിട്ട് കുറേ സാധനങ്ങൾ തൂക്കിയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ലേസും ജെംസും ഒക്കെ ആയിട്ട്. ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും സാധനങ്ങൾ തൂക്കിയിടുന്ന് പ്രതീക്ഷിച്ചില്ല. കാരണം ഇവർ പിന്നെ ഫുഡ് കഴിക്കില്ല. ഇതെങ്ങാനും വാങ്ങിച്ച് കഴിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ. ഞാനിവർക്ക് ഫുഡ് കൊടുക്കുന്ന കാര്യത്തിൽ ഭയങ്കര കോൺഷ്യസ് ആണ്. ഫുഡ് കൊടുക്കുന്നതിന് മുന്നായിട്ട് ഒരുപാട് വെള്ളമൊന്നും കൊടുക്കൂല. ഫുഡ് കൊടുക്കുന്നതിൻ്റെ ഇടയിലും ഒരുപാട് വെള്ളം കുടിക്കാൻ സമ്മതിക്കില്ല. ഇവരാണെങ്കിൽ വെള്ളം ചോദിച്ചുകൊണ്ടിരിക്കും. ഞാൻ കുറച്ചേ കൊടുക്കുള്ളൂ. കാരണം വെള്ളം കുടിച്ചൊരു വയറ് നിറച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവർ ഫുഡ് കഴിക്കില്ല. ലാസ്റ്റ് ഇത് വാങ്ങിച്ചു കൊടുക്കേണ്ട അവസ്ഥയായി. കാരണം അവിടെ ഇരിക്കുന്നവർക്ക് ഒരു മനസ്സമാധാനം ഇല്ല, ഞങ്ങൾക്കൊരു മനസ്സമാധാനമില്ല. അപ്പം ഞാൻ പ്രത്യേകം 2 പേരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൊട്ടിക്കരുത്, കയ്യിൽ പിടിച്ചാൽ മതി, ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം അമ്മ പൊട്ടിച്ചരാന്നൊക്കെ പറഞ്ഞു. ആരോട് പറയാനായിട്ട്. അത് കിട്ടിയപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് കിലുക്കും അതേപോലെ തന്നെ പൊട്ടിക്കാനായിട്ട്. പിന്നെ ഇവർ 2 പേരും പല്ലിൽ നല്ല മൂർച്ചയാണ്. ഏത് സാധനം ടപ്പേന്നാണ് പൊട്ടിക്കുക. അപ്പോൾ കുറേ നേരമായി പരിശ്രമിക്കുന്നത്. അല്ലൂസ് പൊട്ടിക്കുന്ന എനിക്ക് നല്ല ഉറപ്പാണ്. പക്ഷേ എങ്കിൽ വാങ്ങിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ബാക്കിയുള്ളവർക്കും ഫുഡിൽ നിന്ന് കഴിക്കണ്ടേ. നമ്മൾ മാത്രമാണെങ്കിൽ ഇവരെ എന്താ പറയുക വിളി ഓക്കെ ആയിരുന്നു. അമ്മനോട് പറ, അമ്മയ്ക്കൊരു ഉമ്മ കൊടുക്കാം. അപ്പോൾ തരും. അച്ഛേ പാപ്പൻ തന്നിട്ട് പൊട്ടിച്ചേരാം. അല്ലൂസിൻ്റെ പാക്കറ്റ് അല്ലൂസ് സ്വന്തമായി പൊട്ടിച്ച് തീറ്റ തുടങ്ങിയിട്ട്. അപ്പോൾ പിന്നെ അതിന് വെറുതെ ഇരിക്കില്ലല്ലോ. അതിന് ഞാൻ പൊട്ടിച്ചു കൊടുത്തു. അതിന് പൊട്ടിച്ചു കൊടുത്തപ്പോൾ തന്നെ ഒരു വാറിലെടുത്ത് കൈ വെച്ചിട്ട് അടിയിൽ കൂടെ നികിൽച്ചാടിനും കൊടുത്തിട്ട് അങ്ങനെ കുത്തി നിറച്ചുകൊണ്ടിരിക്കുക. അതിനെ കുട്ടിനെ അത് പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷെ അല്ലൂസ് അങ്ങനെയല്ല. അല്ലൂസിന് അത് മനസ്സിലാവുകയും ചെയ്യും. അല്ലൂസ് ആർക്കും അങ്ങനെ ഷെയറും ചെയ്യില്ല. അതിനും എല്ലാവർക്കും ഷെയർ ചെയ്യണ്ട. അങ്ങനെ കുറച്ച് ഗുഡ് ക്വാളിറ്റീസൊക്കെ നമ്മുടെ അയിനുക്കുട്ടനുണ്ട്. അങ്ങനെ ഇതേ നമ്മുടെ ബിരിയാണി വന്നിട്ടുണ്ട്. ബിരിയാണി ഇങ്ങനെ വാഴയിലയിലൊക്കെ പൊതിഞ്ഞ് അതിൻ്റെ മുകളിലൊരു ഓയിൽ കവറൊക്കെ വെച്ചിട്ടാണ് പൊതിഞ്ഞ് വെച്ചിട്ടാണ് നമുക്ക് തരാം. നല്ല ചൂടോട് കൂടിയിട്ട് അത് നമ്മളിങ്ങനെ തുറക്കുമ്പോൾ നല്ല മണവും വരും. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അധികം മസാല ഒന്നും ഇല്ലാണ്ട് പക്ഷെ നന്നായിട്ട് വെന്തിട്ട് ചിക്കനൊക്കെ നന്നായി വെന്ത് ജ്യൂസ് പോലെ ആയിരിക്കും കേട്ടോ. പക്ഷേ എനിക്കിപ്പോൾ കൊതി വരുന്നുണ്ട്. കാരണം ഇത് കഴിച്ച് കഴിഞ്ഞപ്പോൾ അപ്പം എനിക്ക് കുറേ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ഒരു പകുതി മുക്കാലേ കഴിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പം എനിക്ക് വീണ്ടും ഈ ഉച്ച സമയത്താണ് ഞാൻ ഇപ്പോൾ ഡപ്പേണ്ടും കണ്ടിട്ട് എനിക്ക് കൊതി വരുന്നത്. എന്നിട്ട് ഞാൻ വാരി കൊടുത്തിട്ട് ഒന്നും അവന്മാർ കഴിച്ചില്ല. ലേസ് കഴിക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. അല്ലുക്കൂട്ടനും സെയിം തന്നെ. ഇനി ആ പാക്കറ്റ് തീർന്നാലേ ഇനി എന്തെങ്കിലും വായിലേക്ക് പോവുള്ളൂ.
നമുക്ക് വാങ്ങിച്ച് കഴിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം പോലും നമുക്ക് തരികയില്ല. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് അവൻ്റെതും വേഗം തീർത്ത് വെച്ച് പിന്നെ ഒരു വായ ബിരിയാണി വെച്ച് കൊടുത്തപ്പോൾ ഭാഗ്യത്തിന് കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു 3-4 വായ അങ്ങനെ പോയിട്ട്, അല്ലെങ്കിൽ പിന്നെ തളർന്ന് കിടന്ന് ഉറങ്ങേണ്ടി വരും. ഒരു സമാധാനം ഉണ്ടാവില്ല നമുക്ക്. ഇനിയിപ്പോൾ നമ്മൾ പോണത് കൽപ്പകയ്ക്കാണ്. അമ്മയ്ക്ക് എന്തോ വാങ്ങിക്കണം എന്ന് ആലോചിച്ചപ്പോൾ ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതല്ലാതെ പിന്നെ എന്താ ബർത്ത്ഡേക്കൊക്കെ കൊടുക്കുക. അപ്പോൾ ഡ്രസ്സ് എടുക്കാമെന്ന് തന്നെ വിചാരിച്ചു. അങ്ങനെ ഇങ്ങനെ കൽപ്പകയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറേ ബലൂണൊക്കെ ക്രിസ്മസ് ആയിട്ട് കെട്ടി ഞാത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആദ്യം കൊണ്ട് കൊടുത്തപ്പോൾ വേണ്ട, ഇവരെ കൺമുന്നിയെ വെച്ചിട്ട് തന്നെ ഇവർക്ക് പൊട്ടിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ ചേച്ചിമാർ പാവം കൺമുന്നിയൻ വെച്ചിട്ട് 2 സെറ്റ് ബലൂൺ പൊട്ടിച്ചു കൊടുത്തു. അങ്ങനെ ശാന്തമായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പട്ടുസാരിയാണ് നോക്കിയത്. അപ്പം അമ്മയ്ക്ക് കുറച്ച് നിർബന്ധങ്ങളൊക്കെ ഉണ്ട്. നിർബന്ധങ്ങളല്ല, അമ്മ എല്ലാത്തരം സാരി എല്ലാത്തരം കളറൊന്നും എടുക്കുന്നില്ല. അമ്മയ്ക്ക് പറ്റിയാൽ മാത്രമേ എടുക്കുകയുള്ളൂ. അത് അമ്മേനെയും കൊണ്ട് വന്നെടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. പക്ഷേ അതിലൊരു രസമില്ലല്ലോ എന്ന് ആലോചിച്ച് സ്വന്തമായി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പട്ടുസാരി ഞാൻ അവിടെ ഉപേക്ഷിച്ചു. കോട്ടൺ സാരി എടുക്കാന്ന് വെച്ചാൽ കരിഷ്മ കോട്ടണിലേക്ക് വന്നിട്ടു. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടനാണ്. നല്ല സുഖമുണ്ട് തൊട്ടുമ്പോഴൊക്കെ. എനിക്കല്ലാണ്ട് വേറെ ആർക്കെങ്കിലും ഡ്രസ്സ് എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. അതായത് അവരുടെ ഒരു ടേസ്റ്റ്, അവർക്ക് എടുത്താൽ ഭംഗിയുണ്ടാവും എല്ലാം ഞാൻ ആലോചിക്കും. പിന്നെ എൻ്റെ കൂടെയുള്ള ചേച്ചിനോട് ഞാൻ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും, ഇതിലേതാ ഭംഗി, കളർ എത്രയ്ക്കുണ്ട്, ഹൈറ്റ് എത്രയ്ക്കുണ്ട്, ഇത് ഭംഗി ഉണ്ടാവോ. കാരണം ഞാൻ എങ്ങനെയായിട്ട് ഞാനിപ്പോൾ ആലോചിക്കുകയായിരുന്നു. ഞാൻ അങ്ങനെയാണ് എൻ്റെ കൂടെ നിൽക്കുന്ന ചേച്ചിമാരോട് ഞാൻ ഭയങ്കരമായിട്ട് ഒപ്പീനിയൻ ചോദിക്കും, ഇത് ഭംഗി ഉണ്ടാവും അല്ലേ. അല്ലാണ്ട് സ്വന്തമായിട്ട് എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. കാരണം അവർക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ എടുക്കുന്നത്. ഇവിടെ അല്ലുട്ടാ ഇങ്ങോട്ട് ഇവിടെ നിൽക്കും. ഓക്കെ, അങ്ങനെ ഞാൻ ഒരു നല്ല കോട്ടൺ സാരിയാണ് അതെടുത്തു. പിന്നെ ഈ ഒരു മാക്സി എടുത്തു കേട്ടോ. നമ്മുടെ കറക്റ്റ് സൈസ് 50 ആണ്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ മാക്സി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ താഴത്തേക്ക് പോവാം. പിന്നെ ഇനി വാങ്ങിക്കേണ്ടത് അമ്മയ്ക്ക് സ്പ്രേ വാങ്ങിക്കണം. സ്പ്രേ അമ്മ എന്നും ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അത് അടിക്കാണ്ട് അമ്മയ്ക്ക് പോകാൻ പറ്റില്ല, സ്പ്രേ തീർന്നിരിക്കുകയാണ്. അങ്ങനെ അപ്പോൾ അതും വാങ്ങിക്കണം. നമ്മൾ പോണ വഴിയിൽ എവിടെയെങ്കിലും സ്റ്റുഡിയോയിലോ അല്ല എവിടെയെങ്കിലും കയറിയിട്ട് അത് വാങ്ങിക്കണം. അപ്പോൾ ഇത് ലിഫ്റ്റിൽ കയറിയപ്പോൾ 2 പേർക്ക് ഭയങ്കര ഹായ്, താഴത്തേക്കിങ്ങനെ ഇറങ്ങണം, നമ്മുടെ നെഞ്ചൊന്നും ഇടിക്കുമല്ലോ. അതിങ്ങനെ അതാ ഫീൽ ചെയ്തിട്ടാണെന്നുണ്ട് ഭയങ്കരമായിട്ട് ഹായ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്നോട് വല്യമ്മ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയ്ക്കൊരു ചുരിദാർ വല്യമ്മയുടെ സൈഡിൽ നിന്ന് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട്. വല്യമ്മയ്ക്ക് പുറത്ത് പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ ഷോപ്പിലാണല്ലോ. അപ്പോൾ എന്നോട് ഒരു സെറ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അറിയുന്ന ഒരുപാട് പേര് വന്ന് സംസാരിച്ചുകൂടാ. പിന്നെ ഇവരാണെങ്കിലും ഒരു രക്ഷയില്ല. എന്താ പറയുക, ഫുഡൊക്കെ അടിച്ച് സെറ്റാണ്. അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് കാലൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവർ 2 പേരും കൊണ്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ നോക്കിയിരിക്കണം, അല്ലാതെ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല. കാരണം ഇവർക്ക് ഭയങ്കര എൻജോയ്മെന്റ്. 2 പേരില്ലേ എവിടെ പോയാലും കളിയാണ്, വേറെ ഒരാളെ മൈൻഡ് ചെയ്യില്ല. കളി 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 കളി. വാടാ വാടാ അതിനുള്ളിൽ വാടാ. അങ്ങനെ ആ ഒരു ചുരിദാറും കിട്ടിയിട്ടോ. അങ്ങനെ ബില്ല് പേ ചെയ്യാൻ നിൽക്കുമ്പോഴാണ് നമ്മുടെ കൊച്ചാരാധിക വന്നിട്ടുണ്ടായിരുന്നത്. ഭയങ്കര സന്തോഷം. അതായത് എനിക്ക് എങ്ങനെ നിങ്ങളടുത്ത് പറയേണ്ടതെന്ന് അറിയില്ല കേട്ടോ. എന്നെ കണ്ടു, ഹിതു ചേച്ചി ഇവിടെയായിരുന്ന വീട്, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്. അതായത് ശരിക്കും ആത്മാർത്ഥമായിട്ടുള്ള നമ്മളോടുള്ള സ്നേഹം നമുക്ക് അവരെ കാണുമ്പോൾ മനസ്സിലാവും, അവരെ വർത്താനത്തിൽ നിന്ന് മനസ്സിലാവും. അതെന്നെ കണ്ടിട്ട് അവൾ ശരിക്കും ഫീൽ ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് അറിയില്ലേ, വാ ഫോട്ടോ എടുക്കുക, അമ്മയൊക്കെ എവിടെയൊക്കെ ചോദിച്ചു. അപ്പോൾ അമ്മ അപ്പുറത്തുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ അവളായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇനിയിപ്പോൾ നമ്മൾ പാക്ക് ചെയ്തിട്ട് നേരെ ഇനി എൻ്റെ വീട്ടിലേക്ക് പോവാണ്. നാളെയാണ് അമ്മയുടെ പിറന്നാൾ. ഇവിടെ എത്തിയപ്പോൾ ശ്രീമ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ ഇത്ര നേരത്തെ വരുന്നു. ഇത് സംഭവം നടക്കുന്നത് 28-ാം തീയതിയാണ് ഞാൻ ഈ സാരിയൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോയത്. 29-ാം തീയതി ആയിരുന്നു അമ്മയുടെ പിറന്നാൾ, അതായത് ഇന്നലെ ആയിരുന്നു. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ വീട്ടിൽ പല്ലിയുണ്ട്, പണിക്കാട്ടിലും പല്ലിയൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ പല്ലിന് നമ്മുടെ 2 ചെക്കന്മാർക്ക് ഭയങ്കര പേടിയാണ്. പാവ അമ്മാമ ഒരു ചൂലും പിടിച്ച് നിൽക്കാണ് കേട്ടോ. ഇവന്മാരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. ആ പല്ലിയാണെങ്കിൽ ആ ഭാഗത്തുനിന്ന് പോണൂല്ലേ, പോയി എവിടെയെങ്കിലും ഒളിച്ചിരിക്കും, വീണ്ടും വരും. അമ്മാമയാണെങ്കിൽ അതിൻ്റെ പിറകിൽ നിൽക്കാണ് കേട്ടോ. വരുന്നില്ലല്ലോ, സാധനം ഇല്ലേ, നമുക്ക് കത്തി കൊണ്ട് മുറിക്ക തല്ലൂടോ.
അമ്മ പഠിച്ചിട്ടുണ്ടാട്ടെ അവിടെ ഇരിക്കട്ടാ ഇവിടുത്തേക്ക് വേണം ഇവിടെ തേച്ചു കൊടുക്ക കാൽമ തേക്ക് പൊന്നോ കാൽമ തേച്ചു കൊടുക്കാം മമ്മിക്ക് നമ്മുടെ കാൽമ നിറച്ച് മൊരിയായിട്ടിരിക്കണേ നമ്മുടെ മുത്തിയമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ പേരക്കുട്ടികളെ അമ്മാമ്മയ്ക്ക് ഇടയ്ക്കിനെ കാണുകൊണ്ട് അമ്മാമ്മയ്ക്ക് എന്തൊക്കെ ചെയ്ത് കൊടുത്താലും അമ്മയ്ക്ക് മതിയാവില്ല കേട്ടോ അതേപോലെ തന്നെയാണ് അവർക്ക് തിരിച്ചും ഇങ്ങനെ കീറി വെച്ചത് ഈ ഷീറ്റ് ഇങ്ങനെ കീറി വെച്ചത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ആരെ കീറിയത് അയിനോ എന്റെ മോത്തിക്കോക്കടാ ഇതാരെ കീറിയത് അയിനോ 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 അമ്മേനെ ആരെ കീറി വെച്ചിട്ടുള്ളത് നീയാണോ അല്ലുകുട്ടനാണോ അയിനുവാണോ അത് കീറിയത് ആണോ മുണ്ടണില്ലവൻ നമ്മുടെ അയനക്കുട്ടനാണ് ഈ പണി ഒപ്പിച്ചിട്ടുള്ളത് ലീരമ്മാമ്മ വരുമ്പോൾ നല്ല കേക്ക് ഇടുക്കി അമ്മ വരുമ്പോഴേക്കുള്ള പണി രണ്ടുപേരും കൂടി ഒപ്പിച്ചിട്ടുണ്ട് കരാർ ബെഡ്ഷീറ്റ് വലിച്ച് പറച്ച് കളഞ്ഞിട്ട് ശ്രദ്ധിച്ചില്ല ചെറിയൊരു തരി മാത്രം പൊട്ടിയിരുന്നുള്ളൂ പക്ഷെ അത് അങ്ങനെ തന്നെ വലിച്ച് വലിയ ഓട്ടയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നന്നായി ഇനി കുറച്ച് നേരം കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മ എത്തും ഒരു 7:45 ആകുമ്പോഴും അപ്പം എന്തായാലും ഇതിൻ്റെ വീഡിയോ ആയിട്ട് അതായത് ഇതിൻ്റെ ബർത്ത്ഡേ വീഡിയോ ആയിട്ട് എന്താണ് കാക്കി ഉടനെ വരുന്നതായിരിക്കും എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ടാറ്റാ